നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ വെനിസ്വേലയാണ്. ഇന്ന് രാത്രിയാണ് വെനിസ്വേലയിൽ മത്സരം നടക്കുക. അതിനുവേണ്ടി ബ്രസീലിയൻ ദേശീയ ടീം ഇന്നലെ തന്നെ വെനിസ്വേലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് അവിടെ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 2:30 ആ കളി. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ബാലൺ ഡിയോർ സമ്മാനദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രസീൽ ടീമിൻ്റെ കോച്ച് മാധ്യമങ്ങൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഈ ചോദ്യങ്ങൾ എന്തായാലും ഉയരും. അപ്പോൾ വിനി അത് അർഹിച്ചിരുന്നു, ബാലൺ ഡിയോർ അർഹിച്ചിരുന്നു എന്ന് തന്നെ കോച്ച് ഇപ്പോൾ പറയുന്നു. കൂടാതെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ബാലൺ ഡിയോർ ഒന്നുമല്ല, അതിനേക്കാൾ വലിയൊരു അംഗീകാരം വിനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മികച്ച രൂപത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിനി ചെയ്യേണ്ടതെന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, റോഡ്രി ബാലൺ ഡിയോർ നേടി, അദ്ദേഹം ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, സമ്മതിക്കുന്നു. ബട്ട് ഫോർ മീ ജഡ്ജസ് മിസ്റ്റേക്ക് വരുത്തി. ഇപ്പം ഇൻഡിവിജ്വൽ അവാർഡാണ് നിങ്ങൾ ബാലൺ ഡിയോറിൽ കൊടുക്കുന്നതെങ്കിൽ ബെസ്റ്റ് പ്ലെയർ, പാസ്റ്റ് സീസണിലെ ബെസ്റ്റ് പ്ലെയർ അത് വിനി തന്നെയാണ്. പക്ഷേ അവരത് നൽകിയില്ല. സോ ആ ഒരു തിരിച്ചടിയിൽ നിന്ന് ഇത് വിനിക്ക് പുറത്തു വരാനുള്ള ഏറ്റവും നല്ല സമയമാണ്. ഗ്രേറ്റസ്റ്റ് അവാർഡ് അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞു. അത് ബാലൺ ഡിയോർ അല്ല, ബ്രസീലിയൻ ജനതയുടെ ബഹുമാനമാണ്. അത് ഓൾറെഡി വിനി ജൂനിയർ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ബാലൺ ഡിയോറിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ദുഃഖിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നും ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള കളിക്കാരൻ അത് വിനി ജൂനിയർ ആണ് എന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം വലിയ നേട്ടങ്ങൾക്കായുള്ള അദ്ദേഹത്തിൻ്റെ സെർച്ച് ഇനിയും തുടരുമെന്ന്. എല്ലായ്പ്പോഴും സ്വയം റീഇൻവെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നയാളാണ് വിനി ജൂനിയർ. ഒരുപാട് ഘട്ടങ്ങളിൽ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനുകളിലൂടെ കടന്നു വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഈ രൂപത്തിലേക്ക് മാറിയത്. ഒരിക്കലും അദ്ദേഹം ഒരു കളിയിൽ പ്രധാന താരമാവുക, പ്രൊട്ടഗണിസ്റ്റ് ആവുക എന്നുള്ള തൻ്റെ ഡിസയർ മാറ്റിവെച്ചിട്ടില്ല. പെർഹാപ്സ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ്, കളക്റ്റീവ് അച്ചീവ്മെൻറ്റ് വരാൻ പോകുന്നതേയുള്ളൂ. ഞങ്ങളെല്ലാവരും അതിന് അദ്ദേഹത്തെ സഹായിക്കും എന്നാണിപ്പോൾ ഡൊറിവാൾ ജൂനിയർ പറയുന്നത്. എന്തായിരിക്കും ആ കളക്റ്റീവ് അച്ചീവ്മെൻറ്റ് എന്നുള്ള എല്ലാവർക്കും അറിയാതെ അടുത്ത വേൾഡ് കപ്പാണ്. അതിലേക്ക് ബ്രസീലിനെ കൊണ്ടുപോകാൻ വിനി ജൂനിയർക്ക് കഴിയണമെങ്കിൽ ഇപ്പോഴുള്ള ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം പോരാ. അതിൽ നിന്നൊരു മാറ്റം, അതിന് ഏറ്റവും നല്ല സമയം ഇതാണ്. പലരും ബാലൺ ഡിയോർ വിനിക്ക് കൊടുക്കാതിരുന്നപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്താണ് എന്നായിരുന്നു. യെസ്, ഇതാണ് സമയം. വിനിക്ക് ബ്രസീലിയൻ ദേശീയ ടീമിലെ തൻ്റെ പ്രകടനം മാറ്റിമറിക്കാൻ, എല്ലാം ടേൺ അറൗണ്ട് ചെയ്യാനുള്ളൊരു സമയമാണിത്. അത് അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷ ഡൊറിവാൾ ജൂനിയർക്കുണ്ട്, ബ്രസീലിയൻ ആരാധകർക്കുമുണ്ട്. വിനി സ്വയം വിശ്വസിച്ചാൽ കാര്യങ്ങൾ മാറി മറിയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.